Hello everyone, welcome back to our channel AnYthINg. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്നാക്കാണ് നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ ബങ്കി ചിക്കൻ. സോ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ്. ഫസ്റ്റ് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഒരു കുക്കറിലെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. ഇത് സ്റ്റൗവിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നെക്സ്റ്റ് ഒരു ബൗളെടുത്ത് ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം. ഇത് നമ്മൾ മാവാണ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് ഇതിനുള്ള ഫില്ലിങ്, ഇതിനാവശ്യമായ ചേരുവകൾ. ഫസ്റ്റ് സ്റ്റൗ ഓണാക്കി അതിലേക്കൊരു ചട്ടി വെക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് പച്ചമുളക് മുറിച്ച് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി മുറിച്ച് വെച്ചത്, ഇത് പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇതൊന്നിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ മുളക് പൊടി, അതുപോലെ ഗരം മസാല എന്നിവ ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി പീസാക്കി വെച്ചിട്ടുള്ള ചിക്കന് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ചെറിയ പീസാക്കി എടുത്ത് ഒരു ബോളാക്കിയതിന് ശേഷം നമുക്ക് പൊടി ചേർത്ത് അതൊന്ന് പരത്തിയെടുക്കാം. ഇത് നന്നായി പരത്തിയതിന് ശേഷം ഇതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഹാഫായിട്ട്, പിന്നെ അത് ഒന്നുകൂടി നേർപകുതിയായിട്ട് മടക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഇതൊന്ന് പൊടി തടവിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പീസ് 3 എണ്ണാക്കിയാണ് കട്ട് ചെയ്യുന്നത്. ഇതൊന്ന് പരത്തിയെടുക്കാം. നെക്സ്റ്റ് ഈ പരത്തി എടുത്തതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഇത് റോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചു കൊടുക്കാം. ആദ്യം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇതിട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റാം കേട്ടോ. സോ ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. സോ നമ്മുടെ ചിക്കൻ ബങ്കി റെഡി ആയിട്ടുണ്ട്. ബങ്കി ചിക്കൻ. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.